ഹേ ഗൈസ്, അപ്പം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഗൈസ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നീണ്ട ഒരാഴ്ച ഇടവേള ഗൈസ്. നമ്മളങ്ങനെ ഇടവേള എടുക്കുന്നതല്ലായിരുന്നു. എനിക്ക് ചെറിയ സാഹചര്യത്തിൻ്റെ സമ്മർക്കം മൂലം ഞാൻ എടുത്താണ്. അപ്പോൾ ഗൈസ്, അതൊക്കെ വിട്. നമ്മളെന്തായാലും നമ്മുടെ ഗെയിമിലേക്ക് പുതിയൊരു അപ്ഡേറ്റ് വന്ന കാര്യം നിങ്ങൾ അറിഞ്ഞ് കാണും. നമ്മൾ വീഡിയോ ചെയ്യാൻ ഇച്ചിരി ലേറ്റായിപ്പോയി. അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോണിന് ചെറിയൊരു കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു, ബാറ്ററിക്ക് ചെറിയൊരു കംപ്ലയിൻ്റ് ആയിരുന്നു. അപ്പോൾ അത് ചേഞ്ച് ചെയ്യാൻ ഷോപ്പിൽ കൊടുത്തിട്ട് ഇന്നാണ് കിട്ടുന്നത് ഗൈസ്. അപ്പം ഗൈസ്, നമ്മുടെ ഗെയിമിലേക്ക് മിലിട്ടറി കോമ്പൗണ്ടും പിന്നെ മിലിട്ടറി കാറും മിലിട്ടറി ജീപ്പ് ഗൈസ്, അതായത് മിലിട്ടറി കോമ്പൗണ്ടും മിലിട്ടറി ജീപ്പും നമ്മുടെ ഗെയിമിലേക്ക് ആഡായിട്ടുണ്ട് ഗൈസ്. അപ്പം എനിക്ക് തോന്നുന്നു നമ്മുടെ ഷോറൂമൊക്കെ ഇരിക്കുന്നില്ലേ, ഏകദേശം ആ ഒരു റൂട്ടാണ് ഗൈസ് നമ്മുടെ ഈ വർക്ക് സൈറ്റ്, പണിയുന്ന വർക്ക് സൈറ്റില്ലേ ഗൈസ്, ഏകദേശം അതിൻ്റെ അപ്പുറത്താണ് ഇത്. ഞാൻ ഈ പോകുന്ന റൂട്ട് നിങ്ങളൊന്ന് കണ്ടുവച്ചു. അവിടെയായിട്ടാണ് ഗൈസ് അതായത് ഈ ആർമി കോമ്പൗണ്ട് വരുന്നത്. അപ്പോൾ ഗൈസ്, ഈ ആർമി കോമ്പൗണ്ടിന് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് ഗൈസ്. നമ്മൾ അവരുടെ അടുത്തോട്ട് ചെല്ലുമ്പോൾ, അതായത് ആർമി കോമ്പൗണ്ടിൻ്റെ അടുത്ത് ഇങ്ങനെ സ്റ്റോപ്പ് എന്ന് പറഞ്ഞ് ഈ റെയിൽവേ സ്റ്റേഷനിലൊക്കെ പൊങ്ങുകയും തരുകയും ചെയ്യുന്ന സാമാനില്ലേ, ആ സാമാനം കാണിക്കും. ആ സാമാനം ഇങ്ങനെ നമ്മൾ അടുത്തോട്ട് ചെല്ലുമ്പോൾ തുറന്നു തരും. ബട്ട് ആക്ച്വലി തുറന്ന് തന്നാൽ പോലും അവിടെ നിൽക്കുന്ന ഓഫീസേഴ്സ് നമ്മുടെ പുറകെ വരും ഗൈസ്. ഞാൻ അതിൻ്റെ ഫുൾ ഡീറ്റെയിലിങ് വീഡിയോ ഇതിൽ കൊടുക്കുന്നുണ്ട് ഗൈസ്. മാക്സിമം എല്ലാവരും സ്കിപ്പ് ചെയ്ത് പോയി കാണാതെ നമ്മൾ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണുക, ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ആർമി കോമ്പൗണ്ട്. ഈ കോമ്പൗണ്ടിൻ്റെ അകത്തോട്ട് നമ്മൾ നടന്ന് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ഓൺ ദ സ്പോട്ടിൽ നമ്മളെ വെടിവെച്ച് കൊല്ലുന്നതായിരിക്കും. അതൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഡ്രോൺ മോഡ് ഓണാക്കിയിട്ട് നിങ്ങളെ ഒരു ഫുൾ വിഷ്വൽ ഇത് കാണിക്കാൻ പോണേ. അപ്പോൾ ഇപ്പം നമുക്ക് കാണാൻ പറ്റുന്നത് ഗൈസ്, ഇതാണ് ഒരു കോമ്പൗണ്ട് എന്ന് പറയുമ്പോൾ, ആർമി കോമ്പൗണ്ട്. അവിടെ ആയിട്ട് കുറേ കണ്ടെയ്നേഴ്സും പിന്നെ കുറേ ഈ വെള്ള സാധനങ്ങളും പിന്നെ ഓഫീസ് പിന്നെ സെക്യൂരിറ്റി ഏരിയ, ഹെലിപ്പാഡ് ഏരിയ, പിന്നെ ഗൈസ് ഈ സംഭവങ്ങളും ഇതൊക്കെ ഒറിജിനൽ എനിക്ക് തോന്നുന്നത് ഒറിജിനൽ ഒരു ആർമി എങ്ങനെയാണോ അത് ബേസ് ചെയ്ത് ഈ ഓഫീസേഴ്സാണ് ഗൈസ്. ഇങ്ങനെ നടക്കുന്നവരെയാണ് നമ്മൾ സൂക്ഷിക്കുന്നത്. ഈ തോക്കും പിടിച്ചുകൊണ്ട് നടക്കുന്നവർ നമ്മളായിട്ട് അകത്തേക്ക് കയറി കഴിഞ്ഞെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ടിൽ അവർ നമ്മളെ വെടിവെച്ച് കൊല്ലും. അല്ലെങ്കിൽ പിന്നെ വേറൊരു ഓപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാർ എടുത്തുകൊണ്ട് വന്ന് ഇവരെല്ലാവരും തട്ടിക്കളയണം. അതിൽ എനിക്ക് തോന്നുന്നു നല്ലത്, എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മിലിട്ടറി കാർ തന്നെ എടുക്കുന്നതായിരിക്കും ബെസ്റ്റ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവരെ എല്ലാവരെയും കൊല്ലാൻ അതായിരിക്കും ഗൈസ്. എനിക്ക് തോന്നുന്നത് മിലിട്ടറി കാർ തന്നെ ആയിരിക്കും ഏറ്റവും നല്ലത്. അപ്പം നല്ലൊരു ആർമി കോമ്പൗണ്ടും തന്നെയാണ് നമ്മുടെ ഗെയിമിലേക്ക് ആഡായിരിക്കുന്നത്. അപ്പം ഗൈസ്, പിന്നെ ഇതിൻ്റെ ഫുള്ളൊരു ഇതാണ് ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഗൈസ്. അപ്പോൾ എനിക്കിത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഗൈസ്, ഗെയിമിംഗ് കണ്ടൻസ് മാറ്റിയിട്ട് നമ്മളിപ്പോൾ ഇടയ്ക്ക് പള്ളിയുടെ വ്ളോഗൊക്കെ ചെയ്തായിരുന്നു. അപ്പം അതിലൊന്നും ആർക്കും വിഷമമില്ലെന്ന് ആലോചിക്കുന്നു. പള്ളിയുടെ വ്ളോഗല്ലേ ഗൈസ്, അപ്പം പെരുന്നാളൊക്കെ ആയതുകൊണ്ട് നമ്മളങ്ങ് ചെയ്യുന്നേ ഉള്ളൂ ഗൈസ്. പിന്നെ ആർമി ജീപ്പിൻ്റെ ചീറ്റ് കോഡ് എന്ന് പറയുമ്പം 311 ആണ് ഗൈസ്, ആർമി ജീപ്പിൻ്റെ ചീറ്റ് കോഡ്. അതിപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് 311. അപ്പോൾ ഗൈസ്, 311 ആണ് ആർമി ജീപ്പിൻ്റെ ചീറ്റ് കോഡും മറ്റും ഒക്കെ പറയാനാണെങ്കിൽ ഗൈസ്, ഈ സാധനമാണ് ഞാൻ പറഞ്ഞത്. ഇത് നമ്മൾ അടുത്തോട്ട് ചെല്ലുമ്പോൾ ഇതിങ്ങനെ തുറക്കും. മറ്റേ റെയിൽവേ സ്റ്റേഷനിലൊക്കെ ട്രെയിൻ വരുമ്പോൾ അടച്ചെത്തില്ലേ, അത് കഴിഞ്ഞ് തുറക്കത്തില്ലേ, ആ സംഭവം പോലെ തന്നെ. പക്ഷേ ഇത് വേറൊരു ടിപ്പ്, നമ്മളിങ്ങനെ ചെല്ലുമ്പോൾ തന്നെ തുറക്കും. അപ്പോൾ ഗൈസ്, പിന്നെ ഇതിൻ്റെ അകത്ത് ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇപ്പോൾ പുള്ളിക്കാരനെ കണ്ടു കഴിയുമ്പോൾ കണ്ട ഗൈസ്, പുള്ളിക്കാരൻ ഓടി വരുന്നുണ്ടോ, ഇത് തന്നെ കണ്ട ഗൈസ്, വെടി വെക്കുന്നത് ഗൈസ്. ആർമി ജീപ്പ് ആയതുകൊണ്ട് തന്നെ ഈ വെടിയും കാര്യങ്ങളും ഒന്നും നമ്മുടെ ജീപ്പിലേക്ക് ഏക്കത്തില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഏകദേശം 10ഓളം ഡ്യൂട്ടി ആർമിക്കാർ ഇവിടെ ഉണ്ട്. 10 എനിക്ക് തോന്നുന്നു 10 തന്നെ കഷ്ടിച്ചാണ്, 10 ഉള്ളു ഗൈസ് ആപ്പാടെ ഇതിൻ്റെ അകത്ത്. അപ്പം അവരെ എല്ലാവരെയും നമുക്ക് വെടിവെച്ചല്ല ഗൈസ്, ഇങ്ങനെ ജീപ്പ് ഓടിച്ച് കൊല്ലാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് തോക്കെടുത്തുകൊണ്ട് വന്നിട്ട് ഒരു ചലഞ്ചിങ് മോഡായിട്ട് ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. ചലഞ്ചിങ് മോഡായിട്ട് ഇപ്പം ഈ ആർമീസിനെ എല്ലാവരും വെടിവെച്ച് കൊല്ലേണ്ടി. ഇതിപ്പോൾ ഫ്രീ ഫയർ കളിക്കാനൊക്കെ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ, ഫ്രീ ഫയർ കളിക്കാൻ താല്പര്യമുള്ളവർക്കാണെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് വരിക. കാരണം ഓടി നമ്മൾ നടന്ന് നമുക്ക് എല്ലാവരെയും വെടിവെച്ച് കൊല്ലാനും മറ്റുമൊക്കെ പറ്റുന്നതാണ് ഗൈസ്. അപ്പം ഞാൻ ഇപ്പം എല്ലാവരും ഇടിച്ചാണ് കൊല്ലുന്നത്, കാരണം പെട്ടെന്ന് കാര്യങ്ങൾ തീർത്തിട്ട് ഇവിടെ നിന്ന് ഇറങ്ങണം ഗൈസ്. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം മാക്സിമം എല്ലാവരും തീർത്തിട്ടേ നമ്മൾ ഇറങ്ങാവുള്ളൂ കാണാനൊക്കെ. ഇതിപ്പോൾ ലാസ്റ്റ് വണ്ണാണ്, പുള്ളീനെ കൂടെ തട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കാരില്ലെന്നാണ് ഗൈസ് തോന്നുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. അല്ല ഗൈസ്, ഇവിടെയും കൂടെ ഒരുത്തനുണ്ടായിരുന്നല്ലോ,
ഇല്ല ഗൈസ്, അത്രയും പേരേ ഉള്ളൂ കേട്ടോ ഗൈസ്. പിന്നെ ആർമി കോമ്പൗണ്ടിനകത്തും ഒരു ജീപ്പ് കിടപ്പുണ്ട്. അല്ലാതെ ചീറ്റ് കോഡ് അടിച്ചാലും നിങ്ങൾക്ക് ജീപ്പ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഇൻറ്റീരിയറൊക്കെ ഞാൻ ഇതിനിടയ്ക്ക് കാണിച്ചിരുന്നു. അപ്പം നല്ലൊരു ക്ലാസിക് ഇൻറ്റീരിയർ തന്നെയാണ് ഗൈസ് ചെയ്തേക്കുന്നത്. അപ്പം നമ്മളിനി ഒന്നുകൂടെ ഡൗൺ ക്യാമറ ഓണാക്കിയിട്ട് നിങ്ങളെ ആ ഒരു ഫ്രണ്ട് ഫുള്ള് ഒന്ന് ഇതാക്കി കാണിച്ചു തരാൻ പോവാണ് ഗൈസ്. അപ്പോൾ ഇതിൻ്റെ അകത്തോട്ട് എനിക്ക് തോന്നുന്നു കണ്ടെയ്നറിൻ്റെ അകത്ത് കയറാൻ പറ്റുമല്ലോ ഗൈസ്. നിങ്ങൾക്ക് ഇനി ചലഞ്ചിങ് മോഡായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി ഗൈസ്. നമ്മൾ ഉറപ്പായിട്ടും ചെയ്യുന്നതായിരിക്കും. ചലഞ്ചിങ് മോഡായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും സത്യം ഗൈസ് ചെയ്തിരിക്കും. നമ്മളതിൻ്റെ അകത്ത് എനിക്ക് അത്യാവശ്യം ഫ്രീ ഫയർ ഒന്നും കളിക്കാൻ അറിയാത്ത കൂട്ടത്തിലാണ് ഞാൻ. ആക്ച്വലി കളിക്കാറും ഇല്ല ഫ്രീ ഫയർ ഒന്നും ഗൈസ്. ഇത് മറ്റേ സെക്യൂരിറ്റിയുടെ മറ്റേ സംഭവമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിലൂടെ ഒരു എക്സ്പീരിയൻസ് നോക്കാം ഗൈസ്. പിന്നെ ഗൈസ് ഫ്രീ ഫയർ കളിച്ചിടാമെന്നൊന്നും ആരും ചോദിക്കരുത്. നമുക്ക് അതിന് പറ്റിയ ഫോണില്ല, അതുകൊണ്ട് നമ്മൾ കളിച്ചിടത്തുമില്ല. ഇന്ത്യൻ ബൈക്ക് നമ്മൾ കളിച്ച് ഇനി ഓരോന്നൊക്കെ ചെയ്യുന്നതായിരിക്കും ഗൈസ്. അപ്പം നമ്മളിനി ഇതൊരു ചലഞ്ചിങ് മോഡായിട്ട് നമ്മൾ ഈ വീഡിയോ കൊണ്ടുവന്നേക്കാം ഗൈസ്. നിങ്ങൾ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഞാൻ കൊണ്ടുവരും ഗൈസ്. അപ്പോൾ ഗൈസ് ഇത്രയൊക്കെയുള്ളൂ പറയാനാണെങ്കിൽ ഗൈസ്. ഇതിനിടയ്ക്ക് എനിക്കിത് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഗൈസ്. പിന്നെ നിങ്ങൾക്ക് ഈ ആർമി കോമ്പൗണ്ട് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ ടാറ്റ, ലവ് യു ഓൾ ആൻഡ് ടേക്ക് കെയർ ഗൈസ്. ടാറ്റ. പിന്നെ ഗൈസ് നമ്മളൊരു കാര്യം പറയാൻ പറ്റുമോ, ഈ ആർമി ജീപ്പിൻ്റെ ഫ്രണ്ട് ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ ഇതാണ് കേട്ടോ ഗൈസ്. പിന്നെ സൈഡിലേക്കും ബാക്കിലേക്കും ഒക്കെ നമ്മൾ വരുന്നുണ്ട് ഗൈസ്. അപ്പം സൈഡൊക്കെ ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഇത് ഇങ്ങോട്ട് തിരിഞ്ഞടി ഇവന്മാരെന്നെ ഈ തിരിയത്തെ ഗൈസ്. ഫ്രണ്ട് ഇതാണ് കേട്ടോ. ഫ്രണ്ട് സീനാണ് മാരകം. എനിക്കെന്തായാലും കൊള്ളാം, ഇഷ്ടപ്പെട്ടു ഗൈസ്. സൈഡ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരുമാതിരി കൊള്ളാം ഗൈസ്. പക്ഷേ ആദ്യം നമുക്കൊരു റൂമർ കിട്ടിയിരുന്ന ഒരു ജീപ്പ്, അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തില്ല. പക്ഷേ ആ ജീപ്പാണ് എനിക്ക് ഒന്നുകൂടി ഇഷ്ടപ്പെട്ട് ആർമി ജീപ്പിൻ്റെ ആ ഒരു കോൺസെപ്റ്റിലേക്ക്. അപ്പോൾ ഗൈസ് ഇനി ടാറ്റ, ലവ് യു ഓൾ ആൻഡ് ടേക്ക് കെയർ. നേരത്തെ പറഞ്ഞ് ഞാനങ്ങ് തിരിച്ചെടുത്തേക്കുന്നു. ടാറ്റാ. Thank you for watching this video. Tutu.